മൈസൂർ അമ്പലത്തിൻ്റെ ദൃശ്യങ്ങൾ. പൂജാരിയാണ് ഇറങ്ങിയിട്ടുള്ളത്. വിഗ്രഹം നേരിട്ട് കാണാൻ പറ്റും. നമുക്ക് വിഗ്രഹം നേരിട്ട് കാണാൻ പറ്റും. ഇത്ര ഗ്യാപ്പുണ്ട്. അപ്പം വിഗ്രഹത്തിന് തൊട്ട് മുമ്പിലൊക്കെ നമുക്ക് വിശാലമായിട്ട് നിൽക്കാൻ പറ്റും. സാമൂഹിക ആരാധനയ്ക്കുള്ള വിഗ്രഹം കണക്കിനുണ്ട്. നമ്മൾ കേരളത്തിൽ കണക്കെ ഗർഭസ്ഥ ഗൃഹത്തിൽ പ്രവേശിക്കാതില്ല. തൊട്ട് മുമ്പിൽ ഓപ്പണായിട്ട് നിൽക്കാൻ എല്ലാവർക്കും സ്ഥലമുണ്ട്. ഇത്ര വീതിയിലാണ് ഈ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ഗുരുക്കന്മാരെ ഫോട്ടോ ഉണ്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. അവർ ധ്യാനിക്കുന്നു. ഇതിൽ ധ്യാനിക്കാനുള്ള ഏരിയയാണ്. ദേവന്മാർ വാഹനത്തിൽ പോകാം. ഇത് മൂലമന്ത്രം ജപിക്കുന്നവർ നമുക്ക് ജപിക്കാൻ വരുന്നത്. ഇത്ര വീതിയുണ്ട് ഓപ്പൺ ആയ ഹാളിൽ. വലിയ ഹാളാണ്. പൂജാരി ഓപ്പണായ വിഗ്രഹം കാണുന്നുണ്ട്. നമുക്ക് ഒരു ഐറ്റമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് ദൂരെ നിൽക്കലൊന്നുമില്ല. അടുത്തോളം നമുക്ക് പോവാം. മുമ്പിൽ നമുക്ക് വിശാലമായ ഇങ്ങനെ സ്ഥലമൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ ഇത്ര ഓപ്പണായ സ്ഥലമുണ്ട്. വയലുണ്ട് ഇവിടെ കൃഷി ചെയ്യാൻ. ഇവർക്ക് ഈ വയലിനാണ് അവർ അമ്പലത്തേക്കുള്ള പൂജയൊക്കെ കൃഷിയൊക്കെ ചെയ്യൽ. അല്ലാതെ നമ്മൾ വിശാലമായ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഈ ചാനൽ മുരളീധരൻ, കാസർഗോഡ്, വെള്ളരിക്കുണ്ട്, പെരിയങ്ങാനം, കമ്പിക്കാത്ത്. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വ്യത്യസ്ത വീഡിയോകൾ വ്യത്യസ്ത സ്ഥലത്ത് നിന്ന് കിട്ടിയാൽ ഇടുന്നതായിരിക്കും. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അരാലിൻ്റെ മുരട്ട് എല്ലാവരും ഇരിക്കുന്നു ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടിയിട്ട്. വെളുത്ത ഭാവായെന്നിരിക്കണം ആലിൻ്റെ അരാലിൻ്റെ കീഴിൽ. വെളുത്ത ഭാവായെന്ന് സൂര്യന് എനർജി വലിച്ചെടുത്ത് പൂർണ്ണമായിട്ടും വെളുത്ത ഭാവ രാവിലെ അവർ സ്പ്രേ പുറത്തേക്ക് വിടും. അതിൻ്റെ അത്ര എനർജി ഉണ്ടാവും വെളുത്ത ഭാവ ദിവസം. പൂർണ്ണചന്ദ്രന്മാരെന്ന് പറഞ്ഞത് മനസ്സായത് പൂർണ്ണ ചന്ദ്രനല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ രാവിലെ തന്നെ പ്രദർശനത്തിൽ അവിടെ ഇരിക്കുക ചെയ്യുന്നത്. സൂര്യൻ ഉദിച്ചു വരുന്ന സ്ഥലം കാണാം.